Glory to the name of one triune God. And greetings to all in the name of our Lord and Savior, Jesus Christ. My dear brother and colleague and friend in Christ, Christy Achan, and Binsu Kochama, and family, of course, and all my dear friends in Christ. I'm so happy to be a part of this ഇനിഷ്യേറ്റീവ്. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവാണ്. അതിൻ്റെ തുടക്കം തന്നെ ബൈബിൾ സ്റ്റഡിയിലൂടെ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. മൈ അപ്പോളജീസ്, പുറയിലൊരു സൗണ്ട് കേൾക്കാൻ സാധ്യത കാണുമായിരിക്കും. കാരണം ഞാനിപ്പം ആയിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. So I'm extremely sorry for that. I hope it's not disturbing. So I'm so happy to be a part of this initiative, and as you all said, especially the one who spoke before me, അദ്ദേഹം വളരെ ഭംഗിയായ രീതിയിൽ എന്തുകൊണ്ട് വേദപുസ്തകം പഠിക്കണമെന്നുള്ളത് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമേറിയതാണെന്ന് വളരെ ഭംഗിയായ രീതിയിൽ ചുരുക്കം ചില വാക്കുകളിൽ തന്നെ അത് പറഞ്ഞു. So I'll be using two languages, English and Malayalam, and yeah, I prefer to have it as a interactive session. So I might be asking questions, and I want you all to respond with answers as well. So I prefer to call this session a scripture note. A scripture note എന്ന് പറയാനുള്ളൊരു കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് വേദപുസ്തകം വായിക്കേണ്ട ഒരു കാര്യമല്ല, വേദപുസ്തകം പഠിക്കേണ്ടതാണ്. വായിക്കുന്നതും പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a great difference between reading the Bible and understanding the Bible. So, for example, in some countries, especially in some European countries, I don't know about New Zealand or Australia, but in some European countries, ഒരു ഏത്തിയസ്റ്റ് ആണെങ്കിൽ പോലും, ഒരു നിരക്ഷരവാദി ആണെങ്കിൽ പോലും ചില കോഴ്സസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി, ചില കോഴ്സസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി യു മസ്റ്റ് റീഡ് ബൈബിൾ. അതൊരു ലിറ്ററേച്ചർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അത് വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കുന്നു എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വായിക്കുന്നതും മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. So many a time when many of our fellow Christians from other denominations, particularly when from Pentecostal churches, when they come and ഒരു വാക്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മളെ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്നത് ഓർക്കും അവർക്ക് ഒത്തിരി വാക്യങ്ങൾ അറിയാം. ഞാൻ ഒരു കാലഘട്ടം വരെ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി അവർക്ക് വാക്യങ്ങൾ അറിയാം, പക്ഷെ വാക്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. So that's why I prefer to understand the Bible rather than just reading it. ഒരു അധ്യായം വായിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് ഒരു വാക്യം. Even if you can just read one particular verse and understand it, it's far much more better than reading the whole chapter. സോ അങ്ങനെ ബൈബിൾ വായിക്കേണ്ട മാത്രമല്ല മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ടുഡേ ഐ എം ഗോയിങ് ടു ജസ്റ്റ് തോട്ട് അബൌട്ട് യുവർ തീം. റൈസ് എന്നാണ് തീം വെച്ചിരിക്കുന്നത്. റൈസ് എന്ന് പറയുന്നതായ വാക്കുകൾ അതുപോലെ തന്നെ എറ്റിമോളജിക്കലി പല വാക്കുകളുണ്ട്. റിട്ടേൺ ആയി, റിട്രീറ്റ് ആയി, അങ്ങനെ പറയുന്നതായ വാക്കുകളുടെ അവസ്ഥ എന്തിൽ നിന്നാണ് റൈസ് ആകേണ്ടത്. സോ വെൻ വി ടേക്ക് ദ വേർഡ് റൈസ്, ഇറ്റ് മീൻസ് ഒരു ഫോളൻ അവസ്ഥയിൽ നിന്ന് എടുക്കപ്പെടുക എന്നുള്ളതാണ്. മറപ്രേം ദൈവം മനുഷ്യനായി അല്ലെങ്കിൽ മറപ്രേം ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. സെയിന്റ് എഫ്രേം ദി സിറിയൻ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ, ഹൗ വി കെയിം ടു നോ ഹൂ ഗോഡ് ഈസ്. ദൈവം ആരാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായതെന്ന് ചോദിക്കുമ്പോൾ മറപ്രേം ഒരു നല്ല ഒരു ഉത്തരം പറയുന്നത്, ദൈവം എനിക്ക് വേണ്ടി കുനിഞ്ഞതുകൊണ്ടാണ്. Because he bent down for me, because he came down to this fallen world and he bent down for me. അപ്പൊ എന്നെ എടുക്കുവാൻ വേണ്ടി ദൈവം കുനിഞ്ഞതുകൊണ്ടാണ് ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. So I think in that context the word rise is very apt when you have initiated this whole Bible study with this word called
റൈസ്. അങ്ങനെ ഒരു സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ റൈസിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒരു വേദഭാഗം. ഇറ്റ്സ് വെരി ലൈക്ക് വി ഓൾ ആർ സോ ഫെമിലിയർ വിത്ത് ദിസ് വേദഭാഗം. വി ഓൾ നോ ദ സ്റ്റോറി, ദ ഹോൾ കംപ്ലീറ്റ് സ്റ്റോറി. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് യു ഓൾ ഹാവ് ബൈബിൾ. അറ്റ്ലീസ്റ്റ് ബുക്കായിട്ടില്ലെങ്കിലും ഒരു ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ടെങ്കിലും ഒരു ബൈബിൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം യു ജസ്റ്റ് ബി റെഡി വിത്ത് ദിസ് പോർഷൻ ഇഫ് യു റിയലി വാണ്ട് ടു സ്റ്റഡി ദിസ് പോർഷൻസ്. ഓക്കെ, ജസ്റ്റ് ബി റെഡി വിത്ത് ദിസ് പോർഷൻ, Luke chapter 24 verses 13 to 35. Okay, so by the time you're getting ready, I just want to share this prayer of Saint Ephraim the Syrian. I adore Saint Ephraim the Syrian because നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം, വിശ്വാസത്തിന്റെ ഒരു ആഴം ഒരു കലാപരമായ രീതിയിൽ പ്രകടിപ്പിച്ച ഒരു പരിശുദ്ധനാണ് മാർ എഫ്രൈം. അപ്പൊ സെന്റ് എഫ്രൈം ഈ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ അഡ്വൈസിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇവിടെ പ്രസന്റേഷൻ അത് എഴുതിയിരിക്കുന്നത്. അഡ്വൈസ് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ വേദപുസ്തകം വായിക്കുന്നവർക്ക് കൊടുക്കുന്നതായ ഒരു അഡ്വൈസ് ആണ്. അഡ്വൈസ് ഇപ്രകാരമാണ്, ലോർഡ് ഹു ക്യാൻ ഗ്രാസ്പ്. ദൈവത്തിനോട് തന്നെ ഒരു പ്രാർത്ഥനാ ഭാവത്തിൽ അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട്, ആർക്ക്, ഹു ക്യാൻ ഗ്രാസ്പ് ഓൾ ദ വെൽത്ത് ഓഫ് ജസ്റ്റ് വൺ ഓഫ് യുവർ വേർഡ്. ഈ വാക്യത്തിന്റെ, ഈ വേദപുസ്തകത്തിന്റെ ഒരു വാക്യം പോലും അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ആരെ കൊണ്ട് സാധിക്കും, എങ്ങനെ സാധിക്കും? പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഹി ഈസ് യൂസിങ് എ മെറ്റഫർ, എ വെരി ആപ്റ്റ് ഇമേജറി. നിത്യമായിരിക്കുന്ന ഒരു ഉറവയാണ്, നിത്യമായിരിക്കുന്ന ഒരു ഫൗണ്ടൻ ആണ്. എത്രയോ പ്രാവശ്യം നമ്മൾ അവിടെ വന്ന് വെള്ളം കുടിച്ചാലും മീൻസ് നമുക്ക് എപ്പോഴൊക്കെ ദാഹിക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം നമുക്ക് അതിലൂടെ വെള്ളം കുടിക്കുവാൻ സാധിക്കും. അതിന്റെ ഒരു കുറച്ചുകൂടെ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, നമ്മൾ ഇപ്പോൾ ഈ വേദഭാഗം തന്നെ ലെറ്റ്സ് ടേക്ക് അനദർ വേഴ്സ്, വെരി ഫെമിലിയർ വേഴ്സ്, ചെറുപ്പം മുതൽ തന്നെ വായിക്കുന്നതായ ഒരു വേദഭാഗമാണ് Psalms 23. So familiar, like we all know that Vedavagam, right? We all know the whole Psalms. The Lord is my shepherd. പക്ഷേ ചെറുപ്പത്തിൽ വായിച്ചതുപോലെയല്ല നമ്മൾ ഇന്നും ആ ഒരു വേദഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇഫ് യു വോണ്ട് ടു സേ, ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ് you can understand the whole Bible in your lifetime? How many you believe that? ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. But I believe that no one can. കാരണം നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച് തീർത്തെങ്കിലും അത് എത്രയോ പ്രാവശ്യം നമ്മൾ തിരിച്ച് ആ ഒരു വേദഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും കൂടുതൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. So it's a never ending process. It's a fountain of, I won't say eternity, but in an inexhaustible fountain. ഒരു അങ്ങനത്തെ ഒരു ഫൗണ്ടൻ ആണ് വേദപുസ്തകം. അപ്പൊ ഈ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ഫൗണ്ടൻ, ഒരു നെവർ എൻഡിങ് ഫൗണ്ടൻ ആയി, നെവർ എൻഡിങ് ഒരു നിത്യമായിരിക്കുന്ന ഉറവയായിട്ട് കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതായ വേദഭാഗത്തിലേക്ക് കടക്കാം. സോ the biblical portion is so famous, especially ഒരു പോസ്റ്റ് റിസറക്ഷൻ സീനിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെടുന്നതായ ഒരു വേദഭാഗമാണ് The Road to Emmaus. അതൊരു ആ വേദഭാഗത്തിന്റെ ടൈറ്റിൽ തന്നെ ഒരു ഐറണിയാണ്. കാരണം എഴുതിയിരിക്കുന്നത് റോഡ് ടു എമാവസ് ആണെങ്കിലും ഈ പോകുന്നവർ എമാവസിലേക്ക് പോകുന്നേ ഇല്ല, അവർ തിരിച്ച് ജെറുസലേമിലേക്കാണ് പോകുന്നത്. തിരിച്ച് ഒരു റൈസ് ആകുവാണ്. അവിടെ റിട്ടേൺ എന്ന് മാത്രമല്ല, അവിടെ എഴുതിയിട്ട് അവർ തിരിച്ച് യെരൂഷലേമിലേക്ക് പോകുന്നു. അപ്പം ആ ഒരു വേദഭാഗം മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. So what are our observations? I know that we have very little time, but what are our observations regarding this particular event? There were two disciples who were walking away from Jerusalem. അവർ യെരൂഷലേമിൽ നിന്ന് കൺഫ്യൂസ് ആയിട്ട്, സാഡ് ആയിട്ട്, വിഷമിച്ച്, സ്കെപ്റ്റിക്കൽ ആയിട്ട് അവർ യെരൂഷലേമിൽ നിന്ന് എമാവുസിലേക്ക് പോവുമായിരുന്നു. ഞാൻ ഒരു സ്റ്റോറി ഒന്ന് റിവൈൻഡ് ചെയ്യുവാണ്. യേശു അവർ തന്നെ അറിയാതെ, അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തതായ ഒരു അവസ്ഥയിൽ ക്രിസ്തു അവരോടൊപ്പം സഞ്ചരിക്കുവാൻ തുടങ്ങി. He started walking along with them. Then we see that these people, these two disciples, അവർ ക്രിസ്തുവിനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട്
ക്രിസ്തു അവർക്ക് സ്ക്രിപ്ചർ, തിരുവെഴുത്ത് എന്താണ് പറയുന്നതെന്ന് വ്യാഖ്യാനിച്ച് കൊടുക്കുന്നതായ ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവർ കഴിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവിടെ ക്രിസ്തു അവിടെ ഒരു അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് അവർ റിട്ടേൺ ജോയ്ഫുള്ളി ടു ഷെയർ ദ ഗുഡ് ന്യൂസ്. അവർ തിരിച്ച് തിരിച്ച് ജെറുസലേമിലേക്ക് പോകുന്നു. ഐ ഹോപ്പ് യു ഓൾ ആർ ഫെമിലിയർ വിത്ത് ദിസ് ഹോൾ ഇവന്റ്, റൈറ്റ്? സോ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. ഈ രണ്ടുപേരിൽ നിന്ന് ഒരാളുടെ പേര് പറയുന്നത്. Can anyone answer? Can anyone say what's his name? ഒരാളുടെ പേര് പറയുന്നുണ്ട്. പറയാൻ പറ്റുമോ? നിങ്ങളവിടെ ഉണ്ടല്ലോ. ഒരാളുടെ പേര്, അവിടെ ഒരാളുടെ പേര് പറയുന്നുണ്ട്. ഈ രണ്ടുപേരില് ക്ലിയോപ്പസ്. യെസ്, സോറി, ക്ലിയോപ്പസ്. ക്ലിയോപ്പസ്. പക്ഷേ രണ്ടാമത്തെ ആളുടെ പേര് പറയുന്നത്. സോ ദർ ഇസ് എൻ ഇന്റർപ്രിട്ടേഷൻ. ലൈക്ക് ഞാൻ ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ച ചിത്രത്തിൽ നിങ്ങൾ കണ്ടേക്കാം, ക്രിസ്തു നടക്കുന്ന രണ്ടുപേരുള്ള ഒരാൾ ഒരു സ്ത്രീയാണ്. There is an interpretation like they were husband and wife. There is just അത് ചിലപ്പോൾ ആണാകാൻ സാധ്യതയുണ്ട്. പക്ഷെ വേറെ ഒരു ഇന്റർപ്രിട്ടേഷൻ പറയുന്നത് ഒരു സ്ത്രീയായിരുന്നു, ഒരു വൈഫായിരുന്നു, ഹസ്ബൻഡ് വൈഫായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി. I personally want to see it as a family. So I prefer to see it as husband and wife. They were running. So family context മനസ്സിലാക്കാൻ സാധിക്കും. So let us now study each scene. നിങ്ങൾക്ക് നോട്ട്സ് എഴുതുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ പോർഷൻ ഇങ്ങനെ 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. So the first one is the journey of confusion. 13 മുതൽ 16 വരെ അവിടെ ഒരു ജേർണിയാണ്. പക്ഷെ അത് ഒരു കൺഫ്യൂഷന്റെ ജേർണിയാണ്. It's a journey of lot of doubts, lot of skepticism, lot of like many confusions regarding whatever they അവർ ബിലീവ് ചെയ്ത് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഷാറ്റർ ആയി പോകുന്നതായ ഒരു ഭാഗമാണ്. Then followed by അവിടെ ഒരു stranger, there comes a stranger who walks beside them. സോ അവിടെ പിന്നെ അങ്ങനെ ഈ 5 ഭാഗമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുവാൻ സാധിക്കും. ഞാൻ കുറച്ച് സ്പീഡപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ലെറ്റ്സ് try to understand the first 2 verses. So the first 4 verses says that, now on that same day, 2 of them were going to a village called Emmaus, about 7 miles from Jerusalem, and talking with each other about all these things that had happened. While they were talking and discussing, Jesus himself came near and went with them, but their eyes were kept from recognizing him. അപ്പൊ ഈ 4 വാക്യങ്ങളും നിങ്ങൾ കണ്ടു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ ഇപ്പം കയ്യിലില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ തന്നെ ആ വേദഭാഗം വായിക്കാം. ഇതില് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ തന്നെ പറയുവാനുണ്ട്. അവർ എന്തുകൊണ്ടാണ് എമാവുസിലേക്ക് പോയതെന്ന് പോവാൻ ആഗ്രഹിച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Why they decided to go away from Jerusalem? ഹലോ, ബൈബിൾ സ്റ്റഡി അല്ലേ ഇത്? ഇത് ഞാൻ ലെക്ചർ തരുമല്ലോ. ഇറ്റ്സ് എ സ്റ്റഡി, റൈറ്റ്? സോ ഇറ്റ്സ് ജസ്റ്റ് ഒരു സജഷൻ ആണ്. നിങ്ങൾ സ്റ്റഡി നടത്തുവാണെങ്കിൽ it should always be responsive, like you must respond, because or else it's just a lecture. I'm giving a lecture, it's not a lecture. Actually, I think it might be because ആ സമയത്ത് യേശുവിനെ കുറിച്ച് ഇറക്കി കഴിഞ്ഞപ്പം maybe uncertain about what is going to happen to people who follow him. Great, because of the worry. Because of the worry. And other than worry, okay, that's a good answer. Other than worry, what were the other reasons? Worry was of course a reason. They were afraid of what was going on over there. So the rest of the disciples, അവർ പോയി പാത്തിരുന്നു അല്ലേ, ഇവർ രണ്ടുപേരും അവിടുത്തെ പോയി. Of course, that's one of the reasons. Now other reasons. One more reason, one very important reason. Okay, you just try to understand and maybe you can answer me later. ഇവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ.
14ാമത്തെ വാക്യം, talking with each other about all these things that had happened. So as Alan responded right now, they went away from there out of worry for themselves. Like അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച്. വേറെ ഒരു കാരണവും കൂടിയുണ്ട്. ആ കാരണം ആരെങ്കിലും പറഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ഒരു വാക്യം കൂടി നോക്കി. 16th ആണ്. ആ സർക്കിൾ കുറച്ചുകൂടി താഴെ ആയിപ്പോയി. അവരുടെ കണ്ണുകൾക്ക് അവനെ മനസ്സിലാക്കുവാൻ, റെക്കഗ്നൈസ് ചെയ്യുവാൻ സാധിച്ചില്ല എന്നുള്ളത്. ഓക്കെ, ഏതൊരു വേദഭാഗവും നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ വായിച്ചെങ്കിൽ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഒബ്സർവേഷൻ ആണ്. അപ്പം ആദ്യത്തെ ഒബ്സർവേഷൻ ഞാൻ ചോദിച്ച ചോദ്യം തന്നെ, they were going away from Jerusalem, and Ellen responded and said that it's because out of worry. What could be the other reason? അവര് വേറെ ഒരു റീസണും കൂടി പറയാവോ? ഇത് ഓഫ് കോഴ്സ് ഒരു റീസൺ ആണ്, ഇതിനോട് ചേർന്നുള്ള ഒരു റീസൺ കൂടിയുണ്ട്. Their faith were shaken, or maybe Yes. they were disappointed. Yes, their faith were shaken, and out of worry, since when the faith shakes, and then comes all the rest of the things. Like ഈ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഫെയ്ത്ത് ഒരു പ്രാവശ്യം ഷേക്ക് ആയി കഴിഞ്ഞാൽ, ഫെയ്ത്ത് ഒരു പ്രാവശ്യം ചാലഞ്ച്ഡ് ആയി കഴിഞ്ഞാൽ, ബാക്കിയെല്ലാം നല്ല ഒരു അല്ലെ, അതിന്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും വെറീസും എല്ലാം വരും. സോ ഓൾവേസ് വെൻ യു റീഡ് ദ പോർഷൻ ഓഫ് any biblical portion, always ask this question, why they took that turn, or why? So as you already answered, because their faith was shaken, and as Alan responded, out of worry. So then another answer, another question, observation. അതിൽ നമ്മൾ രണ്ടാമത്തെ വാക്യം നോക്കിയ, their eyes were kept from recognizing him. ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ക്രിസ്തു അവിടെ വന്നു അല്ലെ. Why they were not able to recognize him? Why? Ask this question, why? Any other other than Ashley and Alan? Anyone else? Why these two disciples who lived with Christ for 3 years? Okay, for example, Christy Achan is with you, I think, from last 2-3 years, right? അച്ഛൻ അവിടെ പോയതിന് ശേഷം ഒരു പ്രാവശ്യം ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നു. പക്ഷെ നിങ്ങളത് അച്ഛനെ കണ്ടിട്ട് മനസ്സിലായില്ല, കൊച്ചമ്മയെ കണ്ടിട്ട് മനസ്സിലായില്ല. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അവർ വലിയതാവുമായിരിക്കും. പക്ഷെ സ്റ്റിൽ, ഓഫ് കോഴ്സ് ദിസ് ക്വസ്റ്റ്യൻ വിൽ കം. Christy Achan will ask this question, why they were not able to recognize me? Why? അവര് ക്രിസ്തുവിനെ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചില്ല. ഗുഡ് ആൻസർ. ക്രിസ്തുവിനെ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം അന്നേരം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വാർത്തയും കൂടി ഇവർ കേട്ടിട്ടുണ്ട് അല്ലെ. ആ ഒരു വിശ്വാസത്തിന്റെ കുറവ്. എക്സാക്ട്ലി, വിശ്വാസത്തിന്റെ കുറവ്. വിശ്വാസം എന്നുള്ളത് ഒരിക്കലും ഒരു വൺ ടൈം ഇവന്റ് അല്ല. നമ്മളെപ്പോഴും നമ്മുടെ പൗരസ്ത്യ വിശ്വാസത്തിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ പഠിപ്പിക്കാറുമില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ഒരു, നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് പറയുമ്പോൾ അതൊരു വൺ ടൈം ഇവന്റ് അല്ല, ഒരു പ്രാവശ്യം എടുക്കേണ്ട കാര്യമല്ല വിശ്വാസം. വിശ്വാസം ഇസ് ഓൾവേസ് എ ഓൺഗോയിങ് ജേർണി. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് വാക്കിംഗ്. ഐ ഓൾവേസ് പ്രിഫർ, നിങ്ങൾ മാമോദീസ ശുശ്രൂഷ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, മാമോദീസ ശുശ്രൂഷയില് മൂറോൻ പൂശുന്നതായ സമയത്ത് വൈദികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗത്ത്, നിങ്ങൾ ക്രിസ്ത്യൻസിനോട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചോദിക്കണം. അതിന്റെ അവസാനത്തെ ലൈനിൽ ഒരു ലൈൻ ഈ പ്രകാരമാണ് പറയുന്നത്, കർത്താവേ, നിന്നിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് എത്തിച്ചേരുവാൻ ഇവൻ അല്ലെങ്കിൽ ഇവൾ യോഗ്യനായി തീരട്ടെ, യോഗ്യയായി തീരട്ടെ. The English goes like this, Lord, make her walk through you so that she can reach you, or make him walk through you so that he can reach you. നിന്നിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, ഇതിന്റെ വേറെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചത്, കർത്താവെ, നിന്നോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് എത്തിച്ചേരുവാൻ ഇവൻ യോഗ്യനായി തീരട്ടെ. സോ ആ ഫെയ്ത്ത് ഇസ് ഓൾവേസ് ജേർണി. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായ യാത്രയാണ്. അതൊരു വൺ ടൈം ഇവന്റ് അല്ല. ഇപ്പൊ നല്ല വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുന്നവരായ നമ്മൾ അല്ലെ, ക്രിസ്ത്യാനിയായിട്ട് ആദ്യമേ എന്റെ മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ, ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ ജനിച്ചു. But it's not necessary that we will be growing in faith. So growing in faith is always a journey. The reason why they were not able to recognize him, because of the loss of faith. Okay.
if you can just note it down, okay, because എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുള്ള സമയത്തിന്റെ പരിമിതിയുമുണ്ട്. Isaiah 59 verse 2, and there you will know why they were not able to recognize him. Okay, then a question for all of us, നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു question, are there times നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, when we moved away from Christ and his church out of disappointment? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില ഡിസപ്പോയിന്റ്മെന്റ്സ് നമ്മുടെ ഹോപ്പിനും നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് സംഭവിക്കാതിരുന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ദൂരെ പോയിട്ടുണ്ടോ? ഉത്തരം പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ കണ്ടംപ്ലേഷൻ. ആ രണ്ടുപേരുടെ അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ? And I think we all have some other time during our lifetime we have experienced such a moment where we ran away from Christ, ran away from church. Okay, now when faith weakens, we may not see Christ, but he still walks beside us. Now that's the beauty of Christian faith. ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിനെ കുറിച്ച് ബാക്കി ഫെയ്ത്തിനേക്കാൾ എന്താണ് വ്യത്യാസം എന്ന് പറയുമ്പോൾ, നമ്മുടെ വീഴ്ചകളിൽ പോലും നമ്മുടെ പ്രയാസങ്ങളിൽ പോലും നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതായ ചില സിറ്റുവേഷൻസിൽ ക്രിസ്തു നമ്മളോടൊപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നത്. We don't believe in a God, one of the greatest differences between Christianity and other religion, I think, is this. We don't believe in a God who just looks into our suffering. Rather, we believe in a God who walks along with us in our suffering. നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നതായ ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. So even when the faith weakens, he is still walking with us. Okay, the second portion is from verse 17 to 24. ഇത് ഞാൻ മൊത്തം റീഡ് ചെയ്യാൻ പോകുന്നില്ല. ഈ റീഡ് ചെയ്യാൻ പോയാൽ സമയമെടുക്കും. അത് മാത്രമല്ല, ഈ റീഡ് ചെയ്യുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെ ഈ വന്നതായ ഈ മനുഷ്യനെ സ്ട്രേഞ്ചർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രണ്ട് ശിഷ്യന്മാര് കുറെ കാര്യങ്ങൾ ഒരു നീണ്ട ഒരു ലെസൺ പഠിപ്പിക്കുക, നീണ്ട എക്സ്ക്യൂസസും നീണ്ട റീസണിങ്സ് പറയാണ്. ഇപ്പം ആദ്യത്തെ ചോദ്യം തന്നെ ക്രിസ്തു ചോദിക്കും, വാട്ട് ആർ യു ഡിസ്കസിംഗ് വിത്ത് ഈച്ച് അതർ വൈൽ യു വാക്ക് അലോങ്? അതിൽ ഒരാള് ക്ലെയോപാസ് പറയുന്നു, ആർ യു ദ ഓൺലി സ്ട്രേഞ്ചർ ഇൻ ജെറുസലേം ഹു ഡസ് നോട്ട് നോ ദ തിങ്സ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ദേർ ഇൻ ദീസ് ഡേയ്സ്? ആർ യു ദ ഓൺലി സ്ട്രേഞ്ചർ? ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ നമ്മൾ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് തന്നെ ഇങ്ങനെ പല എക്സ്ക്യൂസസ് നീണ്ട ഒരു പ്രാർത്ഥനാ ഭാവത്തിൽ പറയുന്നതായ ഒരു രീതിയുണ്ട് നമുക്ക്. Our prayer majority of the time is just a one-way communication. We just say certain things. ഇത് ഇങ്ങനെ നടന്നില്ല, അവൾ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, and it goes on. So that is what is all about from verses 17 to 24. These two disciples, they are just explaining to Christ what all things were happened, and everything according to their understanding. അവർ മനസ്സിലാക്കിയതിനനുസരിച്ച് അവർ ഈ കാര്യങ്ങൾ ക്രിസ്തുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയതിനനുസരിച്ച്. ദെൻ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതായ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്, ഞാൻ രണ്ടെണ്ണം മാത്രമാണ് എനിക്ക് തോന്നുന്നു എടുത്തിരിക്കുന്നത്. എന്താണ് ഏറ്റവും ആദ്യത്തെ ഒബ്സർവേഷൻ? ഇത്രയും നീണ്ട ഒരു സംസാരത്തിൽ ക്രിസ്തു അവിടെ മിണ്ടാതിരിക്കുക. He is just listening to them first. One of the primary thing that we always forgets while praying, പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതായ കാര്യം നമ്മൾ പറയുക എന്നുള്ളതല്ല. പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതായ കാര്യം കേൾക്കുക എന്നുള്ളതാണ്. ക്രിസ്തു നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? So here the first observation is Christ listens first. They don't recognize him. Still they are not able to recognize him. So the question comes is this: who around me needs someone to walk beside them in their struggle? നമ്മുടെ പ്രയാസങ്ങളിൽ പലപ്പോഴും നമ്മുടെയൊന്നുമല്ല, നമ്മുടെ സുഹൃത്തുക്കളുടെയും നമ്മുടെ ഇടവകയിലും ഓരോ മനുഷ്യരും പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ പോകുന്നുണ്ട്, പല അവസ്ഥകളിലൂടെയും പോകുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. They have a lot of things that didn't work out as they expected.
Are we giving them ear to listen, listening to their problems the way Christ was listening? Christ allowed them. They had some doubts, but Christ allowed them to speak. Allowed them, okay, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് പറഞ്ഞോ. Let them, and without even interrupting, he was listening, keenly listening to what all things they were telling Christ. So നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പേർക്ക് ചെവി കൊടുത്തിട്ടുണ്ട്? അവരുടെ ഓരോ ചിലപ്പോൾ അത് പ്രയാസങ്ങളും സംശയങ്ങളും ഒരു 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 സെൻസ് ഇല്ലാത്തതായിരിക്കും. എന്നാലും എത്ര പേർക്ക് നമ്മൾ ചെവി കൊടുത്തിട്ടുണ്ട്? Saint Bede of Jaro says this: he who questions them knew all things. ഈ രണ്ട് ഡിസൈപ്പിൾസും രണ്ടുപേരും അല്ലെങ്കിൽ അതിലൊരാള് ഇത്രയും ക്വസ്റ്റ്യൻസ് ക്രിസ്തുവിനോട് ചോദിച്ചു. ആരോടാ ചോദിക്കുന്നത്? എല്ലാം അറിയുന്നവനോടാണ് ചോദിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലും ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ ബ്ലെയിം ചെയ്തുകൊണ്ട് നമ്മൾ ദൈവം നീ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? We try to explain God about our life. Actually, we are trying to explain God who knows everything about our life. അതേ തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. വലിയൊരു വിരോധാഭാസമാണത്. The divine teacher begins by drawing to the wound souls. അവൻ ശ്രദ്ധയോടുകൂടി തന്നെ ഈ രണ്ട് ശിഷ്യന്മാർ പറയുന്നതായ കാര്യങ്ങൾ കേൾക്കുന്നു. Now comes the third question. I'm trying to just കുറച്ചൊരു സ്പീഡ് അപ്പ് ചെയ്യാനത്. The third question, the word that burns. 25ാമത്തെ വാക്യം മുതൽ 27ാമത്തെ വാക്യം വരെ. When he said to them, oh, how foolish you are. ഇപ്പോഴാണ് ക്രിസ്തു സംസാരിക്കുവാൻ തുടങ്ങുന്നത്. ഈ 24ാമത്തെ വാക്യം വരെ ക്രിസ്തു ഒരു വാക്കുപോലും അവരോട് പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ക്രിസ്തു ഒരു ഡയലോഗ് അങ്ങ് തുടങ്ങുവാണ്. How does he respond? He says, then he said to them, oh, how foolish you are and how slow of heart to believe all that prophets have declared. തിരുവെഴുത്ത് മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങളോട് നമ്മുടെ തൃശ്ശൂർ ഭദ്രാസനത്തെ മിലിറ്ററി പ്രാവശ്യം ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. വേദപുസ്തകം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണേ. വേദപുസ്തകം എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ അതെന്താണ്? വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, യു ക്യാൻ റെസ്പോണ്ട്. Way of life. Okay. Then when we say, okay, regardless of what you believe, what's the first thing that comes to your mind when someone says word of God, Deva Vachana? What's the first thing that comes to The Gospels. The Gospels. Then as a thing, okay, you already said gospel. It means the whole Bible, right? Okay. So basically, the word of God is not just limited to a binded book. And listen carefully this thing. Then this is something very important that we as Orthodox Christian and even the Catholic churches adamantly, like strictly believe. And this is something very important that Protestants just don't try to understand. The word of God is not a book. The word of God is flesh. ക്രിസ്തു ആണത്. അത് ഈ വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. The word became flesh. ഇവിടെ ക്രിസ്തുവാണ് അവർക്ക് തിരുവെഴുത്ത് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചിന്ത കൊടുക്കുകയാണ്. ഈ വേദപുസ്തകത്തിൽ 27 പുസ്തകങ്ങളും ആദ്യത്തെ നൂറ്റാണ്ടിൽ എഴുതിയെങ്കിലും അത് ബൈൻഡഡ് ഫോമിൽ ഒരു കാനൺ ആയിട്ട് വരുന്നത് AD 367 AD 367. അപ്പൊ ഈ ആദ്യത്തെ 300 വർഷം എങ്ങനെയാ സുവിശേഷം അറിയിച്ചത്? How the people were aware of scripture? Were they just limiting it to a Bible, a book? ഇതിൽ ഒത്തിരി പഠനം നടത്തിയതാണ്. ഇതിൽ ഒരു കാര്യം മനസ്സിലായത്, ഒരു കാര്യം ഇതായിരുന്നു. നമ്മളിപ്പം ബൈബിൾ സ്റ്റഡിയാണ് നടത്തുന്നില്ലേ, പ്രത്യേകമായിട്ട് 29th of October, right? 29th of October ഈ ഒരു സമയം 8 മുതൽ 9 വരെ നമ്മൾ ബൈബിൾ സ്റ്റഡി നടത്തുന്നത്. അപ്പൊ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് തിരുവെഴുത്തായി മാറിയത്. പക്ഷെ ആദിമസഭയിൽ അങ്ങനെ അല്ലായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും വേദപുസ്തകം was within their life.
നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റെഫാനോസ് തിരുമേനി എബിയച്ചനായിരുന്നു. ഐ എം വെരി ഷുവർ ദാറ്റ് ക്രിസ്ത്യച്ചൻ്റെ മകനത്തെ ഒരു ക്ലാസ് എടുത്ത് കാണുമായിരിക്കും. പേട്രിസ്റ്റിക്സിന്റെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഈ ആദിമ സഭയിൽ ഉണ്ടായിരുന്ന പിതാക്കന്മാർ ഓരോ എഴുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നുണ്ട്. അപ്പൊ എഴുത്തുകൾ അയക്കുന്ന സമയത്ത് ഈ എഴുത്തുകൾ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ സംവാദമല്ലേ, the way we have talk, the way we talk to each other while on phone. അപ്പം അങ്ങനെ സാധാരണ സംവാദത്തിൽ പോലും തിരുമേനി ഓരോ പോർഷൻസും എടുത്തു തന്നിട്ട് പറയും, ഈ പോർഷൻ വായിച്ചിട്ട് ഇതിനകത്ത് വേദപുസ്തകമുണ്ട്, നിങ്ങൾക്കൊന്ന് കണ്ടെത്താൻ പറ്റുമോ? നമ്മൾ ഇപ്പോഴല്ലേ പറയുന്നേ, Luke chapter 24 verses 13 to 20, 30, so on, right? We take numbers. But there was a time when the Christians were living the faith. They were not just, considering it as a book. They were not just considering it as a thing, but it was there. Even in their casual talks, it was coming. Something that we don't have. And here we say that Christ is explaining to them the scripture. Dialogue അല്ലെങ്കിൽ ആ ഒരു മൊത്തം പോർഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, then Christ is talking to them and explaining everything. It's written that, was it not necessary that Messiah should suffer these things and then enter into his glory? Then 27ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. Then beginning with Moses and all the prophets, he interpreted to them things about himself in all the scriptures. Actually 27th verse, Luke chapter 24 verse 27 വേഴ്സിനകത്ത് മൊത്തം പഴയ നിയമമുണ്ട് ആ ഒരു വാക്യത്തിനകത്ത് തന്നെ. ശ്രദ്ധിച്ചോ നിങ്ങൾ? 27th വേഴ്സിനകത്ത് മൊത്തം പഴയ നിയമം ആ ഒരു വാക്യത്തിനകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പൊ ക്രിസ്തു എത്രമാത്രം അവരോട് സംസാരിച്ച് കാണുമായിരിക്കും. ക്രിസ്തുവിലൂടെയാണ് നമ്മൾ വേദപുസ്തകം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ചില ചിന്തകളുടെ അടിസ്ഥാനത്തിലല്ല. Through Christ we must be able to understand the scripture. So what are the observations? Jesus interprets scripture about himself. Then also read along with this portion John chapter 5 verse 39 and Psalms 119 verse 130. ഞാൻ പോർഷൻ റീഡ് ചെയ്യുന്നില്ല, സമയത്തിന്റെ പരിമിതിയുള്ളതുകൊണ്ട്. നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഈ ഒരു വേദഭാഗം വരുമ്പോൾ, വാട്ട് ചേഞ്ച് ഡു യു നോട്ടീസ് ഇൻ ദ ഡിസൈപ്പിൾസ് ഡ്യൂറിംഗ് ദിസ് മൊമെന്റ്? എന്ത് ചേഞ്ച് ആണ് ഈ ഒരു വേദഭാഗം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത്? ഡിസൈപ്പിൾസ്, ഈ രണ്ടുപേരിൽ ഉണ്ടാകുന്നതായ ഒരു വ്യത്യാസമുണ്ട്, ഇൻ ദിയർ ബോഡി ലാംഗ്വേജ് ഓർ ഇൻ ദിയർ വേ ഓഫ് സ്പീക്കിംഗ്, whatever. What do you think? What are the changes that you notice in the disciples during this moment? Yeah. I hope. I mean, at first they were really worried about their faith, or they weren't really that strong in faith, like almost like they were sick in spirit. And then overall, when they continued to talk with Jesus Christ, they actually started feeling more confident in their faith. And it's almost as if they were healed as a person. Great. Thank you, Aileen. And along with this, now they have stopped questioning. Now they are silent. Now they are keenly listening. And this is where the heart burns. നമ്മൾക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, how can I make time to let the word of God burn within me each day? വേദപുസ്തകത്തിന്റെ ഒരു അധ്യായം വായിക്കാൻ ഒരു ചുമതലയല്ല, ഒരു ഡ്യൂട്ടി. എല്ലാ ദിവസവും ഒരു വാക്യം വായിക്കണം, ഒരു വർഷം കൊണ്ട് വേദപുസ്തകം വായിച്ച് തീർക്കണം. I think it's a very incomplete reason of reading scripture. The primary reason should be, ഈ വേദപുസ്തകം എന്നോട് എന്താണ് പറയുവാൻ ശ്രമിക്കുന്നത്. How I let the word of God burn within me each day. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് എൻ്റെ ഉള്ളില്, എൻ്റെ ഹൃദയത്തെ എങ്ങനെ ബേൺ ചെയ്യുന്നു, എൻ്റെ ഹൃദയത്തെ അതെങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോ പ്രാവശ്യവും വേദപുസ്തകം വായിക്കുമ്പോഴും, പ്രത്യേകിച്ച് വായിക്കുക മാത്രമല്ല വായിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത്. Okay. Saint Jerome says ignorance of scripture is ignorance of Christ. Simple version. Ignorance of scripture is ignorance of Christ.
St. John Chrysostom says that Christ did not reveal himself at once, but led them through the scripture. ഒരു പ്രാവശ്യം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമല്ലോ. വേണമെങ്കിൽ ക്രിസ്തുവിന് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അവരുടെ മുന്നിൽ തന്നെ വന്നിട്ട് ഞാൻ വന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ 2 ശിഷ്യന്മാരോട് പറയാമായിരുന്നല്ലോ. നോ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് living in faith is all about. Living in faith, as I said earlier, it's a journey. It's a gradual, organic journey. For when the word enters, the heart begins to burn and the mind is brightened. Now the fourth portion, the invitation. അപ്പം നിങ്ങൾ ഈ ഒരു പോർഷൻ കുറച്ചുകൂടെ സമയം എടുത്ത് വായിക്കണം. ഈ ഒരു ഇൻവിറ്റേഷന്റെ പോർഷനിൽ ഇവര് ക്രിസ്തുവിനോട് പറയുന്നതായ ഒരു ശരിക്കും പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. What is the prayer? The 29th verse, these 2 disciples for whom Christ was still a stranger, but after listening to Christ, all of a sudden, these 2 disciples are saying, stay with us, be with us. Emmanuel എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ബേസിക്കലി നമുക്ക് കാണുന്നത്. പിന്നെയും God is with us. അപ്പം ഈ സ്ട്രേഞ്ചറായി ഇതുവരെ കണ്ടുകൊണ്ടിരുന്നവര് അവര് പറയുന്നതെല്ലാം പറഞ്ഞു. അവർ ശ്രദ്ധയോടെ കർത്താവ് പറയുന്നതായ കാര്യങ്ങൾ കേട്ടു, ഉള്ളിൽ മനസ്സിൽ വെച്ച് ആ തിരുവെഴുത്തെല്ലാം മനസ്സിൽ ഒതുക്കി അതിൽ വളരുകയും ആ ഒരു വളർച്ചയുടെ ഭാഗമായിട്ടാണ് they are saying that stay with us. Christ, or till now they don't know whether it's Christ or not, but we are still saying stay with us. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു patriarch, the Old Testament father, Old Testament character, he's saying the same kind, almost the same prayer പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഉൽപ്പത്തി പുസ്തകത്തിലാണെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ, നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുന്നതായ ഒരു പിതാവ് ദൈവവുമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഹി വാസ് ഏബിൾ ടു സീ ഗോഡ് ഫേസ് ടു ഫേസ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പ്രാർത്ഥന, ഓൾമോസ്റ്റ് ഇതുപോലത്തെ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒരു പോർഷൻ കൂടി ഉണ്ട്. Is it the priest Melchizedek? No. I'll give you one clue. It's the moment when someone was trying to go back and meet his brother, elder brother. A moment when one of Old Testament father, Old Testament personality, character was going back to his brother in order to reconcile with him and to be with his brother. Genesis chapter 32. നിങ്ങൾ 22 onwards എന്ന് വായിക്കണം. Chapter 32 verse 22 onwards. Jacob wrestling with God. അവിടെ ജേക്കബ് ദൈവത്തിനോടുള്ള ഒരു സ്ട്രേഞ്ചർ പോലെ തന്നെ അദ്ദേഹത്തിനോട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ദൈവത്തെ എങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. I hope you all know that event. Okay, that's a very mysterious event happening in Old Testament. Okay, how many of you know that prayer? It's basically a prayer. നല്ലൊരു ദൈവത്തിനോട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നതായ ഒരു നല്ലൊരു പ്രാർത്ഥനയാണ്. How many of you remember that prayer? Okay, Genesis chapter 32 verse I think 30 or 31, somewhere around 30-31. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ തന്നെ ഞാൻ വിടുകയില്ല, അതാണോ? Yeah. I'm not going to leave you unless and until you bless me. I'm not going to leave you, God. The same with that kind of emotion only. These 2 disciples are saying, stay with us, God. Stay with us, God. അപ്പം ദൈവത്തിനോടൊപ്പം ആയിരിക്കുന്നതായ, ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നതായ ഒരു യാത്രയുടെ ഭാഗമായിട്ട് അവരുടെ ഉള്ളിൽ ഇതുവരെ ക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അവർക്കത് മനസ്സിലായിട്ടുമില്ല. പക്ഷെ എന്തോ മനസ്സിൽ അല്ലെ കത്തുന്നുണ്ട്. ഹൃദയത്തിൽ തന്നെ ഒരു ജ്വാല, ഒരു തീ കത്തുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിലുണ്ടോ? ആദ്യമേ എൻ്റെ മുമ്പ് സംസാരിച്ച ആള് തന്നെ, നമ്മൾ ക്രിസ്ത്യാനികളായി ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഈ ഒരു നിമിഷം വരെ നമ്മുടെ ഉള്ളിൽ എത്ര പ്രാവശ്യം ഈ ഒരു തീ കത്തിയിട്ടുണ്ട്? വി മൈ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ക്രൈസ്റ്റ് കംപ്ലീറ്റ്ലി, പക്ഷെ ഈ തീ എത്ര പ്രാവശ്യം കത്തിയിട്ടുണ്ട്?
നമ്മൾ തന്നെ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. Then, and verse 31 it says, and then their eyes were opened. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ടത്, sorry. ഇവിടെ ചിന്തിക്കേണ്ടത്, then their eyes were opened. But after what? After what? What happened that their eyes were opened? എന്താണ് ഈ 29ാമത്തെ വാക്യവും 31ാമത്തെ വാക്യത്തിന്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചു അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാനിടെ? They gained clarity on the message of God. Like, And okay, and what does verse 30 says? He took the bread. Okay, now let me try to ask this in a different manner. In this whole event, who was the guest? Jesus? Jesus Christ. Jesus was the guest, right? But when we read the portion, verse 30, like when നിങ്ങൾ വീട്ടിൽ ഒരു ഗസ്റ്റിനെ വിളിക്കുവാണെങ്കിൽ ഗസ്റ്റ് ആണോ അപ്പം എടുത്ത് മുറിച്ച് കൊടുക്കുന്നത്? അത് ഹോസ്റ്റ് ആണോ? ഹോസ്റ്റ് അല്ലേ? പക്ഷെ വേഴ്സ് 30 ഒത്തിരി ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള വേഴ്സാ. അവിടെ 30ാമത്തെ ഗസ്റ്റ് ക്രിസ്തുവാണ്, സത്യം. പക്ഷെ 30ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഈ ഗസ്റ്റ് തന്നെ ടേബിളിൽ ഇരുന്ന് അവരോടൊപ്പം ഇരുന്ന് then he took the bread, blessed and broke it. Now that guest or that stranger is no more a guest or stranger. He is with us. അവനോടൊപ്പം ആയിരിക്കാൻ വേണ്ടി, ആ കമ്മ്യൂണിയനിൽ ആയിരിക്കാൻ വേണ്ടി അവിടെ വിശുദ്ധ കുർബാന നടക്കുകയാണ് ചെയ്യുന്നത്. And this is where how beautifully, how beautiful is the Orthodox liturgy. Verse 30 നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുന്ന 4 വാക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ക്രിസ്റ്റി അച്ഛൻ എല്ലാ സൺഡേസിലും ചൊല്ലുന്നതായ 4 വാക്കുകളാണ്. ക്രിസ്റ്റി അച്ഛൻ മാത്രമല്ല, എല്ലാ വൈദികരും. എന്താണ് 4 വാക്കുകൾ? 30ാമത്തെ വാക്യത്തിൽ വാഴ്ത്തി നുറുക്കി കൊടുത്തു, വാഴ്ത്തി വിഭജിച്ചു കൊടുത്തു. These 4 words are basically the life of every Christian or every believer, everyone. അവിടെ തന്നെ നിങ്ങൾ മദ്ബായിക്കകത്ത് ശുശ്രൂഷിക്കുന്നവർക്ക് അറിയാമായിരിക്കും, നമ്മൾ അപ്പം എടുക്കുകയല്ല ചെയ്യുന്നത്, അപ്പം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. 2 or 3 അപ്പം ഉണ്ടാക്കുമായിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും നല്ലൊരു അപ്പം തിരഞ്ഞെടുത്ത് അതിനെ വാഴ്ത്തുന്നു, മുറിക്കുന്നു, കൊടുക്കുന്നു. These 4 process, these 4 stages of life നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എപ്പോഴും, when we all know that we are blessed, we are chosen, we all are blessed and we all are broken. If any one of you think that no, I'm not broken, then believe me, you will be broken, because unless and until you are not broken, you won't be able to give. Just one contemplation of that part. So when Christ breaks the bread, and something mysterious happens. 31 verse 31 കാണുന്നു, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരല്ലേ നമ്മൾ ഏവരും. നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അപ്പം മുറിക്കപ്പെടുന്നതും നമുക്ക് കൊടുക്കപ്പെടുന്നതും, അല്ലെ, നമ്മളത് സ്വീകരിക്കുന്നതും. എത്ര പ്രാവശ്യം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഈ എമാവുസിലേക്കുള്ള യാത്ര നമ്മുടെ ഒരു യാത്രയാണ്. അപ്പൊ ഈ യാത്രയിൽ നമ്മൾ ഏത് സ്റ്റേജിലാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നോട്ട് ടേക്കിംഗ് മച്ച് ടൈം, ജസ്റ്റ് മൂവിങ് അഹെഡ് ടു ദ ലാസ്റ്റ് പോർഷൻ. Just finished. This is the last slide. So what were the observations? What do the disciples ask Jesus to do as they approach the village? അവർ 2 വഴിയിലൂടെ പോകുന്ന സമയത്തിൽ ഈ 2 ഡിസൈപ്പിൾസ് ക്രിസ്തുവിനോട് എന്താണ് ചോദിച്ചത്, എന്താണ് ആവശ്യപ്പെട്ടത്? We already discussed it. They invited him by saying, what were the words? They invited him as a guest. But what did they say? Stay with us. Stay with us. Yes, stay with us. What action does Jesus perform with the bread? We already discussed. He took the bread, he blessed it and broke it and gave it to them. Okay, fine. Their eyes. Yeah, and that opened their eyes. These were the observations, right?
So this is, now we come to the last question. Okay, then of course a question for us. How do I invite Christ to stay with me in my daily life? നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ടത് കൗതാശികമായിട്ട്, ഞാനിപ്പോൾ കുറച്ചൊരു സമയം എടുക്കാമായിരുന്നു, പക്ഷേ കൗതാശികമായിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്താണ്? വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന അല്ലാതെ that is the thing that Christ bestowed on us and said that do this in remembrance of me. So how do I invite Christ to stay with me in my daily life? Through Holy Kurbana. Nothing else. വിശുദ്ധ കുർബാന വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും അവനെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കാം. What does the Eucharist mean to me personally? And these are the questions for all of you. We don't have time to discuss right now. So now moving to the last portion. The last portion is this, the return and witness. And it says that they said to each other, were not our hearts burning within us while he was talking to us on the road, while he was opening the scriptures to us? Now see the verse, while he was opening the scriptures to us. അവിടെ ഒരു പുസ്തകമൊന്നും ഇല്ലായിരുന്നു. Christ was not holding any book, but the way they said, why he was opening, while he was opening the scriptures to us. വേദപുസ്തകം തുറന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. That same hour they got up and returned to Jerusalem, and they found the 11 and their companions gathered together, and they were saying, the Lord has risen. പിന്നെ അവരെല്ലാം പോയി അവരുടെ ബാക്കി ശിഷ്യന്മാരോട് പോയി പറഞ്ഞു. So they returned to Jerusalem. ഈ ചാപ്റ്ററുടെ അല്ലെങ്കിൽ പോർഷന്റെ പേരെന്തുവായിരുന്നു? റോഡ് ടു എമാവസ്. So here they rose up, and they returned not to Emmaus but to Jerusalem. So what are the observations? What do the disciples says to each other after recognizing Jesus? ക്രിസ്തു ആരാണെന്ന് മനസ്സിലായതിനു ശേഷം, ആ മനുഷ്യനാണെന്ന് മനസ്സിലായതിനു ശേഷം ഈ ശിഷ്യന്മാർ എന്താണ് തമ്മിൽ പറഞ്ഞത്? We're not our hearts burning. നമ്മൾ തന്നെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചതായ വിഷയം, നമ്മൾ വായിച്ചതായ തിരുവെഴുത്ത് വായിച്ചതിന് ശേഷം നമ്മുടെ എത്ര പേരുടെ ഉള്ളിൽ ഒരു ഹൃദയം ഇങ്ങനെ കത്തുന്നുണ്ട്, ലൈക്ക് ഹാർട്ട് ബേൺ ചെയ്യുന്നുണ്ട്? What do they do immediately? Do they rest and go? അവർ ഒരിടത്ത് ഇരുന്നോ? ഇത് ക്രിസ്തുവിനെ മനസ്സിലാക്കി ഇനി ഒരിടത്ത് ഇരിക്കാം എന്നാണോ ചെയ്തത്? അല്ല, അവർ എഴുന്നേറ്റ് ഈ അറിയിപ്പ് മറ്റുള്ളവർക്ക് പോയി കൊടുത്തു. PC അലക്സാണ്ടർ, ഞാൻ കൽക്കട്ട ഭദ്രാസനത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. PC അലക്സാണ്ടർ ഈ സ്തേഫാനോസ് മാർ തെയോഡോഷ്യസ് തിരുമേനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. തിരുമേനിയുടെ സപ്തതി ആഘോഷിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്നല്ലോ PC അലക്സാണ്ടർ, ഐ ഗസ്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മലങ്കര സഭയ്ക്ക് 2000 വർഷം എടുത്തു, 1900 years എടുത്തു കേരളത്തിന്റെ പുറത്ത് വരാൻ വേണ്ടി. അതെന്തിനാ അങ്ങനെ പറഞ്ഞറിയോ? കാരണം ഈ തെയോഡോഷ്യസ് തിരുമേനി നോർത്ത് ഇന്ത്യൻ മിഷൻ ആരംഭിക്കുന്നത് 1952 മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നതിന് ശേഷം 1900 years ആയപ്പോഴാണ് തെയോഡോഷ്യസ് തിരുമേനി നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം PC അലക്സാണ്ടർ സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണെങ്കിലും ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. നമ്മൾ തന്നെ ഒതുക്കാതെ, അത് അവിടെ റെസ്റ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് പോയി പറഞ്ഞു കൊടുത്തവരാണ് ഈ 2 disciples. So they returned. They thought they were not just listening and they rested. No, they returned. They went back to Jerusalem. So now here is the whole timeline in four stages. They were walking away. These 2 disciples were walking away. അവിടെ അവർ സ്ട്രേഞ്ചറിനെ കണ്ടു, അത് ക്രിസ്തു ആയിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു, അവരും ചില കാര്യങ്ങൾ കേട്ടു. ചില കാര്യങ്ങളെല്ലാം കേട്ടു. Their heart started burning. അത് കഴിഞ്ഞിട്ട് അവർ ക്രിസ്തുവിനെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് they ran back with joy. അല്ലെ? ഈ 4 സ്റ്റേജസിലൂടെ, 4 ഫേസസിലൂടെ അല്ലേ ഈ 2 ഡിസൈപ്പിൾസ് പോയത്? അവസാനത്തെ സ്ലൈഡാണ്, ഒരു സ്ലൈഡും കൂടിയുണ്ട്. ഈ 4 സ്റ്റേജസിൽ നമ്മളെല്ലാവരും 21 പേരുണ്ട് അല്ലേ?
നമ്മൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, നമ്മൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോഴും നിൽക്കുന്നത്? വാക്കിംഗ് അവേ സ്റ്റേജിലാണോ? ഇസ് ദർ എനിവൺ ഹു ക്യാൻ ലൈക്ക് boldly say, Achan, I'm in this stage right now? Is there anyone among you? You can say, Achan, I'm in walking away stage. No, Achan, I'm in listening and learning stage. Achan, my heart is burning. Fourth stage ആർക്ക് പറയാൻ പറ്റും? So that's the challenge for all of us. Even while learning, while studying the Bible, this is the challenge in front of us. So the study എന്തിനാ ചെയ്യുന്നത്? ഏത് സ്റ്റേജിലാണ് നമ്മൾ? So I'm just winding up with this last prayer, and this prayer goes along with that portion that we have read. Prayer goes like this: open my eyes to see you in the scripture, O Lord. Open my heart to recognize you in the breaking of the bread. Open my life to walk with you every day. Amen. Thank you so much, Achan, for that powerful and thought-provoking message. It was really insightful. Before we move on, I would like to take a moment to acknowledge and thank Steffi Kochama for being with us tonight. Your presence truly means a lot to us. As we come towards the end of our session, I would like to invite Shiju Abraham to deliver the vote of thanks, expressing our gratitude to each one of you who made the session possible. ഹലോ. ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ നമ്മുടെ വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട ക്രിസ്റ്റിയച്ഛൻ, ഇന്നത്തെ നമ്മുടെ ഈ ഓൺലൈൻ കൂട്ടായ്മയിലെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട പൗരോഹിത്യ സാന്നിധ്യം, ഏറ്റവും ബഹുമാനപ്പെട്ട റിജോ ഗീവർഗീസ് അച്ഛൻ, മറ്റ് പ്രസ്ഥാനം ഭാരവാഹികൾ, പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പം വളരെ സന്തോഷമുള്ള, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അതിലും ഭംഗിയായിട്ട് നമ്മുടെ ആദ്യത്തെ ഈ ഓൺലൈൻ പ്രയർ മീറ്റിങ്ങും ബൈബിൾ സ്റ്റഡിയും ഇത് അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആധ്യാത്മിക സംഘടനകൾ എന്ന് പറയുന്നത് ഒരു ഇടവകയുടെ നട്ടെല്ല് തന്നെയാണ്. ആധ്യാത്മിക സംഘടനകളുടെ വളർച്ചയാണ് ഒരു ഇടവകയുടെ വളർച്ച എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് ഇന്ന് മലങ്കര സഭയിൽ നിൽക്കുന്ന ഏതൊരു പള്ളി എടുത്തു നോക്കിയാലും അവിടുത്തെ എല്ലാം ആധ്യാത്മിക സംഘടനകൾ, MGOCSM, OCYM, മർത്തമറിയം സമാജം, സൺഡേ സ്കൂള്, മറ്റ് വലിയ വലിയ ഇടവകളിലെ മറ്റു പല കൂട്ടായ്മകൾ, ഇവര് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ടും ആരാധനയും പഠനവും വിശ്വാസവും ഇതുമെല്ലാം ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇടവക വളർന്നു വരുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ തുടങ്ങി വന്ന, ഏകദേശം ന്യൂസിലാൻഡിൽ വന്ന 20 വർഷങ്ങൾക്ക് മുമ്പ് വന്ന നമ്മുടെ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ സഭയിൽ നിൽക്കണം, നമ്മുടെ സഭയുടെ വിശ്വാസം നമ്മുടെ സഭയിൽ നിന്ന് ആരാധിക്കണം എന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടി അവരെന്ന് തുടങ്ങിയ കൂട്ടായ്മ ഇന്ന് ഏകദേശം 20-22 വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ഒരു നല്ല നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ വളർന്നു വന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സീനിയേഴ്സ് ആയിരുന്നവർക്ക് നമുക്ക് കാണിച്ചു തന്ന വഴിയിൽ കൂടി നമ്മൾ നടന്ന് നമ്മൾ ഇത്ര എത്തി. പുതിയ തലമുറയിൽ, നമ്മുടെ പുതിയ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന്റെ ഭാഗമായിട്ട് കേവലം ഭൗതികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിലല്ല, ഉള്ള കാര്യങ്ങൾ ആത്മീയമായിട്ട് ഏറ്റവും നമ്മുടെ എല്ലാം വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ബൈബിള് പഠനം തന്നെ നമ്മളൊരു വിഷയമാക്കി ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. സമയം ലേറ്റായി ഞാൻ ഏറ്റവും എൻ്റെ ചുമതലയിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ വികാരി അച്ഛൻ, ഏറ്റവും വളരെ ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വികാരി അച്ഛന് ഈ പ്രാർത്ഥനയോഗം ഇത്രയും എല്ലാ കാര്യങ്ങളിലും നമുക്ക് നേതൃത്വം നൽകുന്നു. അച്ഛന് നമ്മുടെ MGOCSM OCYMന്റെ പേരിലുള്ള ഈ തരത്തിൽ അറിയിക്കുന്നു. പിന്നെ
അത് കഴിഞ്ഞ് നമ്മുടെ പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ജോജി ബ്രദർ ഇതിനെപ്പറ്റി നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുകയുണ്ടായി. ജോജി ബ്രോയോട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഗാനം ആലപിച്ച ബിൻസു കൊച്ചമ്മ, അതിലെല്ലാം ഉപരിയായി അരമണിക്കൂർ ബൈബിൾ സ്റ്റഡി, നമ്മൾ അരമണിക്കൂർ വളരെ ഹൃദ്യമായ രീതിയിൽ പ്രസന്റേഷൻ ഒക്കെ ചെയ്ത് ആദ്യത്തെ ക്ലാസ് തന്നെ വളരെ രീതിയിൽ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തെ ആസ്പദമാക്കി സംസാരിച്ച വളരെ ഹൃദ്യമായി സംസാരിച്ച അച്ഛനോടുള്ള നന്ദി പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Thank you, Shiju, for those kind words. And now, to conclude this beautiful evening of fellowship and learning, I invite Rijo Achan to lead us in the closing prayer. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാചരണത്തിൽ സ്ലീപായ ഞങ്ങളെ കുറിച്ചുകൊള്ളണം. ശുദ്ധമുള്ള രൂപാശുദ്ധങ്ങളെ നീ സ്നേഹിക്കണം. ദൈവമായ കർത്താവിൻ നിരമ്പിലും എല്ലാ സമയങ്ങളിലും ഞങ്ങളെ നീ മറിച്ചു കൊള്ളണമേ. Thank you, sir. Thank you all for that. Right. Thank you, Achan, and thank you everyone for being part of this Rise Bible study. Let's continue to live out what we have learned today and carry God's word into our daily lives. Don't miss out our next Bible study on the 26th of November. This is Ashley signing off. Have a blessed evening. Thank you.